ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന വളരെ രസകരമായിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ് കേട്ടോ. വീട്ടിലേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കുഴഞ്ഞൊന്നും പോവാത്തൊരു റവ വെച്ചുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ഇച്ചിരി കറിവേപ്പില, പിന്നെ ഒരു 2 കഷ്ണം പച്ചമുളക്, ഇത്രയും കട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു ഇച്ചിരി തേങ്ങയും കൂടെ കേട്ടോ. ഓൾറെഡി റവ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് പാനിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുത്ത് വെക്കാം. ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുക് പൊട്ടിക്കാം കേട്ടോ. ഇച്ചിരി ഞാൻ ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇച്ചിരി സവാളയാണ് കട്ട് ചെയ്ത് ഇട്ടത്. അത് കഴിഞ്ഞ് ഇച്ചിരി എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുക് പൊട്ടിക്കാം. ഞാനൊരു 1/2 കിലോ റവയാണ് ഇവിടെ എടുത്തേക്കുന്നത് കേട്ടോ. 1/2 കിലോ റവയ്ക്ക് ഒരു 2-2.5 ഗ്ലാസ് വെള്ളം മതിയാകും. വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ നോർമൽ വാട്ടർ ഒഴിക്കുക. ഞാനിവിടെ നോർമൽ വാട്ടറാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു. നമ്മൾ അതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ചെറിയ കഷ്ണം ഇഞ്ചി മതി കേട്ടോ. അതിന് ഒരു സവാള, പച്ചമുളക്, ഇത്രയും നമ്മൾ ഇട്ട് കൊടുത്ത് നമ്മളതൊന്ന് വഴറ്റിയെടുക്കുവാണ്. വഴറ്റി വരുന്നത് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളൊക്കെ ഇട്ട ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് വഴണ്ട് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ചിലരൊക്കെ ഉപ്പുമാവിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ടൈമിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. പക്ഷേ ഞാനത് ഇട്ട് കൊടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ച ശേഷമാണ് കേട്ടോ വെള്ളത്തിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇട്ടാലും പ്രശ്നമല്ല. പക്ഷേ പച്ചക്കുത്തു മണമൊക്കെ ഒന്ന് മാറി അതും സെറ്റായി വരും. ഇതും കുഴപ്പമില്ല. എങ്ങനെയാണെങ്കിലും നമുക്കിടാം കേട്ടോ. അത് ഇടാതെ ഉണ്ടാക്കുന്നവരുണ്ട്, അതങ്ങനെയും ഉണ്ടാക്കാം, അതും കുഴപ്പമില്ല. അപ്പോൾ നമ്മളൊരു വെള്ളം ഒഴിച്ച്, നോർമൽ വാട്ടറാണ് ഞാൻ ഇവിടെ ഒഴിച്ചേക്കുന്നത്. വെള്ളം ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് പാകത്തിന് ഉപ്പൊക്കെ ഇടാം. ഉപ്പ് നമ്മളെപ്പോഴും വെള്ളത്തിലിടുന്നതാട്ടോ നല്ലത്. ആദ്യം ഇടാതെ ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് നമ്മൾ ഉപ്പ് കറക്റ്റിനെ നോക്കാൻ പറ്റും. ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ അതൊരു ഇതായിരിക്കും. ഉപ്പിലിടുവാണെങ്കിൽ നമുക്ക് ഉപ്പിടുവാണെങ്കിൽ നമുക്കതൊരു ഉപ്പ് പാകത്തിനൊക്കെ നോക്കിയിട്ടിടാൻ പറ്റും. ഇച്ചിരി വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ റവ വറുത്ത് വെച്ചത് കൊണ്ട് വെള്ളം അങ്ങനെ ഒത്തിരി അങ്ങ് കുഴഞ്ഞൊന്നും പോകത്തില്ല. വെള്ളം പിന്നെ തിളച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി റവ ഇട്ടു. റവ ഇപ്പോഴും ഇടുമ്പോൾ നമ്മൾ തീ സിമ്മിലാക്കി വെക്കണം കേട്ടോ. ഗ്യാസിൽ നമ്മൾ എപ്പോഴും സിമ്മിലാക്കി വെച്ചിട്ട് റവ ഇടാവുള്ളൂ. കണ്ടോ, റവ ഇട്ട ഉടനെ തന്നെ 10 സെക്കൻഡ് പോലും ആയില്ല. അതിന് മുന്നേ തന്നെ വെള്ളമെല്ലാം ഒബ്സർവ് ചെയ്യും. പെട്ടെന്ന് തന്നെ റവ ഒബ്സർവ് ചെയ്യും കേട്ടോ വെള്ളം. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ, ഒത്തിരി ലേറ്റൊന്നും ആവാതെ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാൻ ശ്രമിക്കുക. നല്ലോണം എല്ലായിടം നമ്മളെ റവ നല്ലോണം ഇളക്കി കൊടുക്കണം. നല്ലതായിട്ട് കുഴഞ്ഞ് മൊത്തത്തിൽ നല്ലതായാലേ ഉപ്പുമാവ് നല്ല ടേസ്റ്റി ആയിട്ടും കുഴഞ്ഞു പോവാതെയും കഷ്ണമൊന്നും ഉണ്ടെന്നും ആവാണ്ട് നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മളിനി 2 മിനിറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ നമ്മൾ വേവിക്കാൻ പോകുന്നത്. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. 2 മിനിറ്റൊക്കെ മതി. 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, ഓപ്പൺ ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ഇച്ചിരി തേങ്ങയുണ്ട്. ആ തേങ്ങ ഒരിച്ചിരി എല്ലാവരും തേങ്ങ ഇടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ എപ്പോഴും തേങ്ങ ഇടാറുണ്ട്. തേങ്ങ ഇടുമ്പോൾ ഒരിച്ചിരി കൂടെ ടേസ്റ്റ് കൂടുതലാണ്. എനിക്കിഷ്ടമാണ് തേങ്ങ ഇടുന്നത്. അതുകൊണ്ട് ഇവിടെ മോക്കും എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ തേങ്ങ എപ്പോഴും ഇടാറുണ്ട് കേട്ടോ. ഒത്തിരി ഇടാറില്ല, ഒരിച്ചിരി ഇടാറുണ്ട്. അപ്പോൾ തേങ്ങയും കൂടെ ഇട്ട് കഴിഞ്ഞ് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ അടച്ച് വെച്ചൊരു 2 മിനിറ്റ് കൂടെ വേവിക്കാം. നമ്മൾ റവ നന്നായിട്ട് വറുക്കുവാണെങ്കിൽ ഒരു ബ്രൗൺ കളർ ആകാൻ പാടില്ല. ബ്രൗൺ കളർ ആയി തുടങ്ങുമ്പോഴേക്കും ഒന്ന് മാറ്റണം. അങ്ങനെ ആ ഒരു പരുവത്തിൽ നമ്മൾ റവ വറുത്തെടുത്ത് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ ഒരിക്കലും നമ്മൾ കട്ട പിടിക്കത്തില്ല കേട്ടോ. ഇവിടുത്തെ ഈ ഉപ്പുമാവിൻ്റെ ഏറ്റവും വലിയ സീക്രട്ട് ആ റവ വറുക്കുന്നതില്ല. ഇച്ചിരി വെള്ളം കൂടിയാൽ പോലും റവ ഉപ്പുമാവ് ഒരിക്കലും കട്ട പിടിക്കത്തില്ല. അങ്ങനെ 2 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ മൂടി തുറന്ന് നോക്കാം. നിങ്ങൾ കാണുന്നുണ്ടോ? കണ്ടോ, ഒരു തരി പോലും അടിയിലെങ്ങും പിടിച്ചിട്ടില്ല. എല്ലാം നല്ല പാകമായിട്ടുണ്ട്, വെന്തിട്ടുണ്ട്.
അന്ന് അടിയിലൊന്നും പിടിക്കാത്ത നല്ലതായിട്ട് കണ്ടോ ഒറ്റയായിട്ട് കിടക്കുന്ന നല്ല കട്ടയൊന്നും പിടിക്കാത്ത നല്ല അടിപൊളി ഒരു ഉപ്പുമാവ് നമ്മൾ റെഡിയായി കഴിഞ്ഞു. നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പുമാവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.